എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2024 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 117/2024. അപ്പോൾ ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത്. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായത് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ എ ആണ് ഉത്തരം. രണ്ടും ശരിയാണ്. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിൽ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യത്തെ സ്ത്രീ സർവകലാശാല മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ SNDT ശ്രീമതി നദിബായ് ദാമോദർ താക്കർസി വനിതാ സർവകലാശാലയാണ് ഇന്ത്യയിൽ ആദ്യത്തെ സ്ത്രീ സർവകലാശാല. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ CR ദാസും മോത്തിലാൽ നെഹ്റുവും. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യമും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? തന്നിരിക്കുന്നത് ഏത് സംഭവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ഗ്ലോറിയസ് റെവല്യൂഷൻ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഗ്ലോറിയസ് റെവല്യൂഷൻ 1688 നടന്ന ഇംഗ്ലണ്ടിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ ഗ്ലോറിയസ് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് ഈ സൂചനകൾ. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യമും മേരിയും അധികാരത്തിൽ വന്നു. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം അല്ലാത്തത്. അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? ഓപ്ഷൻ ബി മാൻറ്റിൽ. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളിയാണ് മാൻറ്റിൽ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഓപ്ഷൻ എ കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? മെസോസോയിക് കാലഘട്ടത്തിൽ പ്രാഥമികമായി രൂപപ്പെട്ട അവശിഷ്ട പാറകൾ ചേർന്നതാണ് ഇത്. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. ഹിമാലയൻ ഓറോജനി സമയത്ത് രൂപം കൊണ്ട മടക്കിയ പർവ്വതങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. തൃതീയ കാലഘട്ടത്തിലെ സമുദ്രാതിർത്തികൾ മൂലം രൂപപ്പെട്ട ഒരു തീരപ്രദേശമാണിത്. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ തന്നിരിക്കുന്നതിൽ ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി പ്രവിശ്യയാണിത് ഡെക്കാൻ ട്രാപ്പ്. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്?
കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഓപ്ഷൻ സി ഇൽമനേറ്റ്. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതുവാണ് ഇൽമനേറ്റ്. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനമെന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനമെന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കർണാടക. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനമെന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഓപ്ഷൻ ഡി 1951. 1951 ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ ബി 2015. 2015 നീതി ആയോഗ് സ്ഥാപിതമായത്. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും, ആധുനികവൽക്കരണം, മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ഉത്തരം. മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം. സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും, ആധുനികവൽക്കരണം എന്നിവയെല്ലാം തന്നെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളാണ്. 16ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. അടുത്ത ചോദ്യം, ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യ എന്ന പദ്ധതിയാണ് ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? ഓപ്ഷൻ ബി സുമൻ ബെറി. സുമൻ ബെറിയാണ് നിലവിലെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർപേഴ്സൺ. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു, സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു, അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1 and 3 മാത്രം. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു, അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തതാരാണ്? രാജ്കുമാരി, അമൃത് കൗർ, അമ്മുക്കുട്ടി സ്വാമിനാഥൻ, അക്കമ്മ ചെറിയാൻ, രേണുക റോയ്. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരാണ്? ഓപ്ഷൻ സി അക്കമ്മ ചെറിയാൻ. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? അമേരിക്ക, കാനഡ, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? ഓപ്ഷൻ ബി കാനഡ. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം കാനഡയുടെ ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. ലോക്സഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. രാജ്യസഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. ഇന്ത്യൻ ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ഉത്തരം വരുന്നത്. ഇവ ഒന്നുമല്ല.
തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും തന്നെ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. പക്ഷേ 3ഉം ശരിയെന്ന ഓപ്ഷൻസിൽ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ഉത്തരമായി വരുന്നത്. രാജ്യസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശമുണ്ട്. അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്കും നാമനിർദ്ദേശം ചെയ്യുന്ന 12 എം പിമാർക്കും ഇതിൽ വോട്ട് ചെയ്യാം. അതിനാൽ പ്രസ്താവന 1ഉം 3ഉം ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ലോക്സഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശമുണ്ട്. അടുത്ത ചോദ്യം, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? കൃഷി, വനം, വ്യാപാരം, വാണിജ്യം, പൊതുജനാരോഗ്യം. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം വനമാണ്, ഫോറസ്റ്റ്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വനം എന്ന വിഷയം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും മാറ്റി കൺകറന്റ് ലിസ്റ്റിൽ, അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ അധികാരമുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ഓപ്ഷൻ സി 4 വർഷം. 4 വർഷത്തേക്കാണ് അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ ഡി പോർച്ചുഗൽ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് പോർച്ചുഗൽകാരനാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. നിലവിലെ അംഗസംഖ്യ 9 ആണ്. ഉപാധ്യക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1 മാത്രം. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് എന്ന പ്രസ്താവന മാത്രമാണ് തന്നിരിക്കുന്നവയിൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രകാരം നിലവിലെ അംഗസംഖ്യ 8 ആണ്. ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രി ചെയർമാനും മിനിസ്റ്റർ ഫോർ റവന്യൂ വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനുമാണ്, ഉപാധ്യക്ഷനുമാണ്. മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ കാർഷിക വകുപ്പ് മന്ത്രി ഒരു മെമ്പറാണ്, ഡോക്ടർ എ ജയതിലക്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ബിശ്വനാഥ് സിൻഹ മെമ്പർ, മിസ്റ്റർ എം ജി രാജമാണിക്യം കൺവീനർ, ഡോക്ടർ ശേഖർ ലൂക്കോസ് കുര്യാക്കോസ് മെമ്പർ സെക്രട്ടറി, ഡോക്ടർ ജോയ് എളമൻ മെമ്പർ. കാലക്രമത്തിൽ എഴുതുക. കൊച്ചി കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം, പണ്ടാരപ്പാട്ട വിളംബരം, കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്. കാലക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ എ 3, 1, 2, 4. 1865 പണ്ടാരപ്പാട്ട വിളംബരം, 1914 കൊച്ചി കുടിയായ്മ നിയമം, 1929 മലബാർ കുടിയായ്മ നിയമം, 1957 കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്. ഇങ്ങനെയാണ് കാലക്രമം. അടുത്ത ചോദ്യം, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. വകുപ്പ് 2J, വകുപ്പ് 19, വകുപ്പ് 15, വകുപ്പ് 21. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ. മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സ് തികഞ്ഞതോ അതിനു മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരൻ. വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ, അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരണം. ഓപ്ഷൻ സി A2, B3, C4, D1. വകുപ്പ് 2G മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സ് തികഞ്ഞതോ അതിനു മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരൻ. വകുപ്പ് 19 വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ. വകുപ്പ് 15 അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരണം. വകുപ്പ് 21 മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്.
തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1 and 3. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകളാണ് തെറ്റായ പ്രസ്താവനകൾ. തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് പാലക്കാട്, വയനാട് ജില്ലകളിലാണ്. ഇടുക്കിയും കാസർഗോഡും രണ്ടാം ഘട്ടത്തിലാണ് ഉൾപ്പെട്ടത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിന് മാത്രമുള്ള ഒരു സംസ്ഥാന സർക്കാർ പദ്ധതിയാണ്. ഇതൊരു ദേശീയ പദ്ധതി അല്ല. കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ ഡി കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി. ഓപ്ഷൻ ബി മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റാണ് ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? ഓപ്ഷൻ എ പട്ടികവർഗ വിഭാഗങ്ങളുടെ. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ സി മെലാറ്റോണിൻ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ ആണ്. ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ? തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ഇന്തോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. ഇന്തോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം എന്നിവയാണ് തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തതേത്? പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ, യുവത്വം നിലനിർത്തുന്നു, രോഗപ്രതിരോധശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നു. തന്നിരിക്കുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു എന്ന പ്രസ്താവനയാണ് ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത്. പാൽ, മുട്ട എന്നിവയിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന ജീവകങ്ങൾ വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ B2 കൂടാതെ വിറ്റാമിൻ B12 എന്നിവയാണ്. അടുത്ത ചോദ്യം, വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്താണ്? വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്താണ്? ഓപ്ഷൻ ബി കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം. ഓപ്ഷൻ സി EEG. ഇലക്ട്രോ എൻസെഫലോഗ്രാം EEG ആണ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം. താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്താണ്? ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു. ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകൾ വഴിയും ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം തെറ്റാണ്. തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം തെറ്റാണ് എന്ന പ്രസ്താവനയാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന.
തന്നിരിക്കുന്ന ABC പ്രസ്താവനകൾ ടൈപ്പ് 2 പ്രമേഹത്തെ സംബന്ധിച്ച് ശരിയാണ്. അതിനാൽ ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഇല്ല. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? ഓപ്ഷൻ ബി ആസ്ട്രോസെനക്ക. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ നിർമ്മിച്ച കമ്പനി ആസ്ട്രോസെനക്കയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ഓപ്ഷൻ സി പോളോ പോണി. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി എന്ന ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഓപ്ഷൻ സി സ്ഥിതികോർജം. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 സെൻറ്റിമീറ്ററാണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 സെൻറ്റിമീറ്ററാണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഓപ്ഷൻ ഡി 20 സെൻറ്റിമീറ്റർ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം റേഡിയസ് ഓഫ് കർവേച്ചർ ആർ, ഫോക്കസ് ദൂരം ഫോക്കൽ ലെങ്ത് എഫ് തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന സമവാക്യം F=R/2. അതായത് F=40/2 20 സെൻറ്റിമീറ്ററാണ്. ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. ഓപ്ഷൻ ബി പാസ്കൽ നിയമം. ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം പാസ്കൽ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവറിൻ്റെ പേര്? ഓപ്ഷൻ ബി പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ പ്രഗ്യാനാണ്. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ ഓപ്ഷൻ സി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ. ഗൺ മെറ്റലിലടങ്ങിയ ലോഹങ്ങൾ. ഗൺ മെറ്റലിലടങ്ങിയ ലോഹങ്ങൾ ഓപ്ഷൻ ബി കോപ്പർ, ടിൻ, സിങ്ക്. കോപ്പർ, ടിൻ, സിങ്ക് എന്നിവയാണ് ഗൺ മെറ്റലിലടങ്ങിയ ലോഹങ്ങൾ. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH എത്രയാണ്? ഓപ്ഷൻ എ 5. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ഓപ്ഷൻ എ ടേബിൾ സോൾട്ട്. ടേബിൾ സോൾട്ടാണ് ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം. ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ഓപ്ഷൻ ഡി ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. ദ്രവ്യത്തിൻ്റെ കൈറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം ഓപ്ഷൻ സി ലിഥിയം. ലിഥിയമാണ് ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം. ചേരുംപടി ചേർക്കുക. മിടുക്കർ കൈ രണ്ടും ചേർത്ത് കൊട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും. മടിയർ മടിയരോട് കൈകോർക്കുമ്പോൾ കാലം അട്ടിമറിയും. അറ്റമില്ലാതെഴുന്ന ഭൂമിക്കുമേൽ ഒറ്റ ഞാണായി വലിഞ്ഞു മുറുകി ഞാൻ. റെയിൽ വക്കത്തു നിന്നൊന്നേ രണ്ടെന്നെണ്ണുന്ന കുട്ടിയിൽ അവസാനത്തെ പൂതത്തിൽ ആനന്ദം പുഞ്ചിരിച്ചിടും. അവരോരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകെത്തുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടുകൂട്ടുന്ന കനവുകളുടെ ആകെത്തുകയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് നക്ഷത്രങ്ങളുടെ കൃത്യമായ എണ്ണം. അസീം താന്നിമൂട്, പി രാമൻ, അനിത തമ്പി, PN ഗോപികൃഷ്ണൻ, മോഹനകൃഷ്ണൻ, കാലടി. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ
A4 B3 C2 D1. മിടുക്കർ കൈരണ്ടും ചേർത്ത് കൊട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും, മടിയർ മടിയരോട് കൈകോർക്കുമ്പോൾ കാലം അട്ടിമറിയും. PN ഗോപികൃഷ്ണൻ. അറ്റമില്ലാതെഴുന്ന ഭൂമിക്കുമേൽ ഒറ്റഞ്ഞാണായി വലിഞ്ഞു മുറുകി ഞാൻ. അനിത തമ്പി. റെയിൽ വക്കത്തു നിന്നൊന്നേ രണ്ടെന്നുണ്ടെന്ന കുട്ടിയിൽ അവസാനത്തെ ബുധത്തിൽ ആനന്ദം പുഞ്ചിരിച്ചിടും. P രാമൻ. അവരോരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകെത്തുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടുകൂട്ടുന്ന കനവുകളുടെ ആകെത്തുകയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് നക്ഷത്രങ്ങളുടെ കൃത്യമായ എണ്ണം. അസീം താനിമോട്. അടുത്ത ചോദ്യം, ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരാസ്വയംവരം, കീചകവധം, ദക്ഷയാഗം, തോരണയുദ്ധം. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി തോരണയുദ്ധം. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് തോരണയുദ്ധമാണ്. തോരണയുദ്ധം എന്ന ആട്ടക്കഥ രചിച്ചത് കൊട്ടാരക്കര തമ്പുരാനാണ്. ചേരുംപടി ചേർക്കുക. ഇറാനിമോസ്, പീലിപ്പോസ്, ഉണ്ണിച്ചക്കൻ, വാവച്ചൻ, മീശ, അടിയാളപ്രേതം, അടി, കരിക്കോട്ടക്കരി, പുറ്റ്. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി A4 B3 C2 D1. ഇറാനിമോസ്, കരിക്കോട്ടക്കരി, പീലിപ്പോസ്, അടി, ഉണ്ണിച്ചക്കൻ, അടിയാളപ്രേതം, വാവച്ചൻ, മീശ. മുസിരിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? ചേരമാൻ ജുമാ മസ്ജിദ്, പാലിയം കോവിലകം, സഹോദരൻ അയ്യപ്പൻ ഭവനം, സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. മുസിരിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം, ഗുസ്തി താരമായ ധ്യാൻചന്ദിൻ്റെ പേരിൽ നൽകുന്ന പുരസ്കാരം, മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരം. KM ബീനാമോൾ, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ് തുടങ്ങിയ മലയാളികൾ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുണ്ട്. ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി എല്ലാം തെറ്റ്. ധ്യാൻചന്ദ് പുരസ്കാരം കായിക രംഗത്തെ മൊത്തത്തിലുള്ള ആജീവനാന്ത സംഭാവനകൾക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിന് നൽകുന്ന പുരസ്കാരമാണ്. ധ്യാൻചന്ദ് ഒരു വിഖ്യാതനായ ഹോക്കി താരമായിരുന്നു, ഗുസ്തി താരമല്ല. കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരം ദ്രോണാചാര്യ പുരസ്കാരമാണ്. ബീനാമോൾ, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ് എന്നിവർ ഖേൽരത്ന പുരസ്കാരം നേടിയവരാണ്. ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ പ്രമുഖ മലയാളികൾ ഒളിമ്പ്യൻ മാനുവൽ ഫ്രെഡറിക്, ഹോക്കി താരമായ ഒളിമ്പ്യൻ മാനുവൽ ഫ്രെഡറിക്, ബോക്സിംഗ് താരമായ KC ലേഖ തുടങ്ങിയവരാണ്. അടുത്ത ചോദ്യം, കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതി. വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതി. സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനായി ആവിഷ്കരിച്ച പദ്ധതി. ആദിവാസി മേഖലകളിലെ കുട്ടികളിൽ കാണുന്ന പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ തടയുന്നതിന് നടപ്പിലാക്കിയ പദ്ധതി. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി. ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻ ബി 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ. ഓപ്ഷൻ സി ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഓപ്ഷൻ ബി മായ OS. 61ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. അടുത്ത ചോദ്യം നോക്കാം.
താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? ബ്ലൂറേ ഡിസ്ക്, പെൻഡ്രൈവ്, ഹാർഡ് ഡിസ്ക്, മെമ്മറി കാർഡ്. തന്നിരിക്കുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണമാണ് ഓപ്ഷൻ എ ബ്ലൂറേ ഡിസ്ക്. ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്നതാണ്. പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ്. ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്ന പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ഡി 2012. 2012 പോക്സോ നിയമം നിലവിൽ വന്നത്. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏത്? ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ. ഓപ്ഷൻ ബി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഉപഭോക്തൃവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികളാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനെതിരായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ, പണ ആശ്വാസം. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? ഓപ്ഷൻ സി 1 വർഷം വരെ തടവോ 20,000 വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും. NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? ഓപ്ഷൻ സി 6 അംഗങ്ങൾ. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. 69ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ഓപ്ഷൻ സി കേന്ദ്ര സർക്കാർ. ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. മാത്സ് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ഹുറ, ഹി വൺ ദ മാച്ച്. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ഹുറ. ഓപ്ഷൻ സി interjection. The singular form of the word jeans is. The singular form of the word jeans is option B, jeans. Your marks are good, but you can do dash. Use the comparative degree of comparison of the underlined word. Good. Option C, better. Your marks are good, but you can do better. The test was dash. Use the appropriate phrasal verb. The test was dash. Appropriate phrasal verb. Option A, put off. The test was put off. The files fell dash the shelf. Use the correct preposition. The files fell dash the shelf. Option C, off. The files fell off the shelf. The idiom once in a blue moon means. The idiom once in a blue moon means option B, rarely. Antonym of the word regular is. Antonym of the word regular is option B, irregular. We do our work dash question mark. Choose the correct question tag. We do our work. Option A,
don't we. We do our work, don't we. Expansion of etc. Dot. Expansion of etc. Option A, etc. There is a long dash in front of the theater. Choose the correct spelling. There is a long dash in front of the theater. Option A, queue, Q-U-E-U-E. There is a long queue in front of the theater. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. ശരിയായ പദം കണ്ടെത്തുക. ശരിയായ പദം ഓപ്ഷൻ ബി, അക്ഷൗഹിണി. നാഴികയുടെ 60 പങ്ക്. നാഴികയുടെ 60 പങ്ക്. ഓപ്ഷൻ സി, വിനാഴിക. പിരിച്ചെഴുതുക. പരമോച്ഛ നില. പരമോച്ഛ നില. പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ സി, പരമ പ്ലസ് ഉച്ച പ്ലസ് നില. ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക. പ്രമാദം. പ്രമാദം. ശരിയായ പര്യായ കൂട്ടം ഓപ്ഷൻ ബി, വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. വിപരീത പദമേത്? അധ്യാത്മം. അധ്യാത്മം. വിപരീത പദം ഓപ്ഷൻ ബി, ഭൗതികം. നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത്. നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത് ഓപ്ഷൻ ബി, സത്യസന്ധമായി പെരുമാറുക. ചേർത്തെഴുതുക. മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരജൻ. മലർ പ്ലസ് കളം പ്ലസ് എഴുതി കാത്ത പ്ലസ് ഒരു പ്ലസ് അരജൻ. ചേർത്തെഴുതിയാൽ ഓപ്ഷൻ ഡി, മലർക്കളമെഴുതിക്കാത്തോരരജൻ. വൈരി. സ്ത്രീലിംഗം കണ്ടെത്തുക. വൈരി. സ്ത്രീലിംഗം ഓപ്ഷൻ എ, വൈരിണി. And it was at that age poetry arrived in search of me. ശരിയായ പരിഭാഷ ഏത്? And it was at that age poetry arrived in search of me. ഓപ്ഷൻ ഡി, എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. ശരിയായത് തിരഞ്ഞെടുക്കുക. കണ്ണീരിൽ കലർത്തി അവർ പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി. എന്നെ വികാരപരവശനാക്കിയ കഥ അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞു. കഥയവർ കണ്ണീരിൽ കലർത്തി എന്നെ വികാരപരവശനാക്കി. ശരിയായി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി, അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി. കേരള PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.